വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂണിറ്റ് 4 അർബൻ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള പാഠഭാഗമാണ്. മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ അർബനൈസേഷന് ഇന്ത്യയിലെ പോപ്പുലേഷൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. സിറ്റികളുടെ വരവ്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ റൂറൽ ഏരിയകളിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വഴിതിരിച്ചു എന്നുള്ളതാണ്. അടുത്തതായി അണ്ടർസ്റ്റാൻഡിങ് അർബൻ സോഷ്യൽ സ്ട്രക്ചർ അഥവാ ഈ സിറ്റികള് ഒരു ആർക്കിടെക്ചർ ഫോമുകളെ മാത്രമായിട്ടുള്ള കളക്ഷനായിട്ട് മാത്രം നമ്മൾ കാണാൻ പറ്റില്ല, മറിച്ച് അതൊരു കോർപ്പറേറ്റ് സംരംഭങ്ങള്, അതുപോലെ തന്നെ വിവിധ തരം അസോസിയേഷൻ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്, അതിന്റെ ഒക്കെ ഒരു സംയമനമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു സിറ്റിക്ക് ഒരു ഹിസ്റ്ററി ഒരിക്കലും, ഒരു ചരിത്രം ഒരിക്കലും ഹിസ്റ്ററി സിറ്റി എന്നുണ്ടായി അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എങ്കിൽ കൂടി 17ാം സെഞ്ചുറിയിലേക്കാണ് അത് ഉണ്ടായെന്ന് ഹിസ്റ്റോറിയൻസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ തിയറിസ്റ്റ് ആയിട്ടുള്ള ഗോറൻ ചൈൽഡ്, അതുപോലെ തന്നെ മാക്സ് വെബറൊക്കെ പറയുന്നത് ഈ മാർക്കറ്റ് പ്ലേസുകളിലെ എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ്, അതൊക്കെ ഒരു സിറ്റിയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള, ഒരു നഗരത്തിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു അർബൻ ഏരിയയെ പ്രധാനമായിട്ടും ആദ്യമായിട്ടുള്ള പ്രൈമറി ക്രൈറ്റീരിയ ആയി പറയപ്പെടുന്നത് അതിന്റെ സൈസ് ആൻഡ് ഡെൻസിറ്റി ആണ് പോപ്പുലേഷന്റെ. അഥവാ ധാരാളം ആളുകൾ ഉണ്ടാവും, ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തതായി പറയാനുള്ളത് അതിന്റെ ഒറിജിൻസ് ആൻഡ് ബയോളജിക്കൽ അപ്രോച്ച്. അതായത് ഇതിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, നിരന്തരം എൻവിറോൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ അതിലൂടെയുള്ള മനുഷ്യൻ എങ്ങനെ ആ സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അർബൻ ലൈഫ്. അവ പ്രധാനമായിട്ടും സൈസ് ആൻഡ് ഡെൻസിറ്റി. ദി സൈസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ദി അർബൻ ഏരിയസ് മച്ച് ഹയർ ദാൻ ദി റൂറൽ ഏരിയാസ്. അഥവാ റൂറൽ ഏരിയയെ സംബന്ധിച്ച് അർബൻ ഏരിയയിൽ പോപ്പുലേഷനിന്റെ സൈസ് വളരെയധികം ഹയർ ആയിരിക്കും. ഇൻഡസ്ട്രിയലൈസേഷൻ അർബൻ പോപ്പുലേഷനെ ഇൻഡ അർബൻ പോപ്പുലേഷനെ വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അന്വേഷിച്ച് ജനങ്ങള് സിറ്റിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് ഹെട്രോജനിറ്റി. അഥവാ ഈ ഒരു സിറ്റിയില് വ്യത്യസ്ത തരമായിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകളാണ് റിസൈഡ് ചെയ്യുക, താമസിക്കുക. അതുപോലെ തന്നെ ഒരു സിറ്റിയിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഡ്രസ് ഹാബിറ്റ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ റിലീജിയസ് ബിലീഫ്സ്, കസ്റ്റംസ്, ലിവിങ് കണ്ടീഷൻസ്, നോർംസ് ആൻഡ് വാല്യൂസ് ഒക്കെ ഈ ഒരു സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംപേഴ്സണൽ സോഷ്യൽ ഇന്ററാക്ഷൻ. അഥവാ റൂറൽ ഏരിയയെ സംബന്ധിച്ച് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇന്ററാക്ഷന് വളരെയധികം താരതമ്യേന കുറവായിരിക്കും അർബൻ ഏരിയകളിൽ. റൂറൽ ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രോസറി സ്റ്റോർ അഥവാ കിരണ സ്റ്റോർ, അഥവാ ഈ എക്കണോമിക് റിലേഷൻസ്, അഥവാ നമ്മൾ കടയിലൊക്കെ സാധനം, റൂറൽ ഏരിയകളിലൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നല്ല അഗാധ്യമായ ബന്ധം ഷോപ്പ് കീപ്പറുമായിട്ട് ഈ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അത് അർബൻ ഏരിയയിൽ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ മൊത്തത്തിൽ ലിമിറ്റഡും സ്പെഷ്യലൈസ്ഡും ഒക്കെ ആയിരിക്കും. കാരണം മൊത്തത്തിൽ അവർ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള റെസിഡൻസിലാണ് അവർ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രധാനമായിട്ട് കാരണം. അതുപോലെ തന്നെ അടുത്തതാണ് അനോണിമിറ്റി. അഥവാ നമ്മളൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവില്ല, മറിച്ച് റൂറൽ ഏരിയയെ സംബന്ധിച്ച് എല്ലാവരും ഒരു സ്ട്രേഞ്ചർ ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അങ്ങനെ ഒരു രീതിയിലായിരിക്കും സിറ്റിയിൽ ആളുകൾ ജീവിച്ചു പോരുക. അതുപോലെ തന്നെ അടുത്തതായി റാഷണാലിറ്റി. അഥവാ റിലേഷൻഷിപ്സ് ഒക്കെ റാഷണാലിറ്റി ബേസ്ഡ് ആയിരിക്കും. അഥവാ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമായിട്ട്, അഥവാ താൽക്കാലികമായിട്ടുള്ള ബന്ധം മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ വർക്കുകൾ കഴിയുമ്പോൾ നമ്മൾ ആ റിലേഷൻഷിപ്പ് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ അർബൻ ഏരിയകളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസം. അഥവാ ഈ അർബൻ ഏരിയകളിൽ മുമ്പ് പറഞ്ഞ പോലെ കാസ്റ്റ്, ക്ലാസ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ അനുബന്ധമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റിഫറൻസ് ഒന്നും ഉണ്ടാവില്ല.
എല്ലാവരും ഫ്രീ ആയിരിക്കും. അപ്പോൾ അവരുടേതായിട്ടുള്ള വർക്കുകളൊക്കെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ സെക്കുലറൈസേഷൻ ഓഫ് ഔട്ട്ലുക്ക്. അർബൻ ഏരിയസ് അർബൻ നഗരങ്ങളിൽ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് ബിലീഫ്സ് ഒക്കെ വളരെയധികം അതിന്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് മുന്നോട്ട് പോകാൻ ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജനങ്ങൾക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ഇതിൽ പ്രധാനമായിട്ട് ഇമെയിൽ ദുർഹിം മെറ്റീരിയൽ ഡെൻസിറ്റി അതുപോലെ തന്നെ മോറൽ ഡെൻസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അഥവാ പോപ്പുലേഷന് വർധനവ് കൃത്യമായ ഒരു ലാർജ് റേഷ്യോയില് ഒരു നാടിനെ സംബന്ധിച്ച് ഒരു ലാർജ് റേഷ്യോയില് റിസൾട്ട് ചെയ്യുമ്പോൾ അതിനെ മെറ്റീരിയൽ ഡെൻസിറ്റി എന്നാണ് ഇമെയിൽ ദുർഹിം പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോപ്പുലേഷനിൽ തന്നെ ആ ഇന്ററാക്ഷൻ കമ്മ്യൂണിക്കേഷന്റെ ലെവല് മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഡൈനാമിക് ഡെൻസിറ്റി. ഇനി അടുത്തതായിട്ടുള്ള അർബൻ ഫാമിലി. എങ്ങനെയായിരിക്കും അർബൻ ഫാമിലികൾ? അഥവാ അർബനൈസേഷൻ ഒരു നിലയ്ക്ക് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റിലും സൊസൈറ്റിയുടെ എല്ലാ ആസ്പെക്റ്റിലും മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിന്റെ എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലും പൊളിറ്റിക്കൽ ചേഞ്ച് ആണെങ്കിലും സോഷ്യൽ ചേഞ്ച് ഒക്കെ ആണെങ്കിലും വാല്യൂസ് ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് കൾച്ചറൽ ചേഞ്ച് ഒക്കെ ഈ അർബനൈസേഷൻ കൃത്യമായിട്ട് രീതിയിൽ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാമിലി സ്ട്രക്ചർ. ഇന്ത്യയിലെ ഫാമിലി ഘടന എങ്ങനെയായിരിക്കും എന്നാണ് അടുത്ത പാഠഭാഗം. It is generally believed that organizations causing joint families to fragment into nuclear families and that family size is declining. അഥവാ നഗരങ്ങളിൽ പൊതുവായിട്ട് ഗ്രാമീണ മേഖലകൾ താരതമ്യം ചെയ്ത് വളരെയധികം ന്യൂക്ലിയർ ഫാമിലീസ് ആണ് എല്ലായിടത്തും കാണപ്പെടുക. ജോയിന്റ് ഫാമിലി അധികം കാണപ്പെടാറില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചിലപ്പോൾ 2 കുട്ടികളോ 3 കുട്ടികളോ ഒക്കെ മാത്രമേ കാണപ്പെടുകയുള്ളൂ. എല്ലാവരും കുടിയേറി സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന നിലക്ക് പോകുന്ന ഒരു സ്ട്രക്ചറാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ദ അർബൻ ഫാമിലി സിസ്റ്റം. അഥവാ നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഇൽനെസ് എന്തെങ്കിലും ഫാമിലിക്ക് അത്യാവശ്യമായിട്ട് വന്നു, അപ്പൊ നമ്മള് ക്ലോസ് കിൻസിനെ അടുത്ത വില്ലേജിൽ താമസിക്കുന്ന ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പ്രസവ സമയത്ത് ഒരു കുട്ടിക്ക് ബർത്ത് കൊടുക്കുമ്പോൾ അത്തരം സമയത്തൊക്കെ അവരെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അർബൻ ഫാമിലി സ്ട്രക്ചർ താഴെ പറയുന്ന നിലക്കാണ്. അഥവാ മൊത്തത്തിൽ സ്മാൾ സൈസ് ആയിരിക്കും. 2 ചിൽഡ്രനെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ഏജൻസി ആയിരിക്കും മെയിൻ ആയിട്ടുള്ള അധികമുള്ള ഫങ്ഷൻസും നടത്തിക്കൊണ്ടു പോകുന്നത് അർബൻ ഫാമിലികളിൽ. അതായത് ബേബി സിറ്റേഴ്സ്, ഹോസ്പിറ്റൽസ്, അത്തരം കാര്യങ്ങള്. അഥവാ നമ്മൾ സ്വയം റൂറൽ ഏരിയയെ സംബന്ധിച്ച് നമ്മൾ സ്വയം ഒന്നും ചെയ്യല് വളരെയധികം കുറവാണ്. മറിച്ച് ഏതെങ്കിലുമൊക്കെ ഏജൻസി അഥവാ ഹോസ്പിറ്റല്, ബേബി സിറ്റേഴ്സ് അത്തരം കാര്യങ്ങളിലൊക്കെ ശിശു പരിപാലകര് അങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ സഹായത്താലാണ് ഈ അർബൻ ഫാമിലീസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇൻ അർബൻ ഏരിയസ് മോസ്റ്റ് ഓഫ് ദി വുമൺ ആർ എംപ്ലോയിഡ്. അഥവാ അധികമുള്ള വുമണും ജോലിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു സെക്സൽ റിലേഷൻഷിപ്പ്, മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ഒരു കുറവ് നമുക്ക് അർബൻ ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയൻ, ഇന്റർ റിലീജിയസ്, ഇന്റർ കമ്മ്യൂണൽ മാരേജസ് ഒക്കെ ഇൻക്രീസിങ് ആണ് അർബൻ ഏരിയാസ്. അഥവാ ഉള്ളിൽ നിന്ന് ഒരു കാസ്റ്റിൽ നിന്ന് വിവാഹം കഴിക്കല് അത്തരം കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ധാരാളം ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ അർബൻ യൂത്ത് ഒക്കെ അർബൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് വർക്കിംഗ് ആയിട്ടുള്ള ഗേൾസിനെയാണ് പാർട്ട്ണർ ആയിട്ട് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതില് ഈ അർബൻ ഫാമിലികളിലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനേക്കാൾ പ്രാമുഖ്യം ബ്ലഡ് റിലേഷൻസിനേക്കാൾ പ്രാമുഖ്യം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനാണ് നൽകപ്പെടുന്നത്.
അതുപോലെ തന്നെ അർബനൈസേഴ്സും പ്രധാനമായിട്ടും ഒരു കരിയർ ആയിട്ട് ഫോക്കസ് ചെയ്തവരായിരിക്കും ബോയ്സ് ആൻഡ് ഗേൾസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റിച്വൽ ആസ്പെക്ട്സ് ഓഫ് മാരേജിന്, അഥവാ റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര പ്രാധാന്യം ഈ മാരേജ് വിഷയത്തിലാണ് അല്ലാത്തപ്പോഴാണെങ്കിലും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ലവ് മാരേജ് ഇത്തരം നഗര സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഡൈവോഴ്സും അത്യാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും പോലെ കാണപ്പെടുന്ന ഒന്നാണ് ടോറിയൻ സിസ്റ്റം. ഇനി അടുത്തതായിട്ട് ഏജൻസീസ് പെർഫോമിംഗ് ദ ഫങ്ഷൻസ് ഓഫ് അർബൻ ഫാമിലി, അഥവാ പ്രധാനമായിട്ടും അർബൻ ഫാമിലി ഫങ്ഷൻ ചെയ്യുന്ന പ്രധാന ഏജൻസികളാണ് അടുത്തതായി നമുക്ക് പറയാനുള്ളത്. അഥവാ ഒന്നാമത് ഹോസ്പിറ്റൽസ്, അഥവാ പ്രഗ്നൻസിന്റെ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഒരു സ്ത്രീ നിരന്തരമായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുകയും അതുപോലെ തന്നെ ഈ ഡെലിവറി ഒക്കെ എന്തായാലും ഹോസ്പിറ്റൽ വഴി മുഖേനയാണ് നിലവിൽ അർബൻ ഏരിയകളിൽ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വുമൺ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അഥവാ പ്രത്യേകമായിട്ടുള്ള എവരി കൈൻഡ് ഓഫ് ഡിസീസിന് പ്രത്യേകം ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അഥവാ ഫെമിനിൻ ആയിട്ടുള്ള സ്ത്രീക്ക് സ്വന്തമായിട്ട് ഡിസീസ് ഉണ്ടാവുന്ന അത്തരം കാര്യങ്ങൾ അവിടെ ചെന്ന് അതിന് പരിഹാരം തേടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേബി ക്ലിനിക്സ് ഉണ്ടാവും, വുമൺ ചിൽഡ്രനെ അവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ബേബി ക്ലിനിക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്രീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ പാർക്സ്, അഥവാ നമ്മള് ചെറിയ കുട്ടിക്ക് 1-2 വയസ്സാകുമ്പോ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാന് പാല് കൊടുക്കാനൊക്കെ വേറെ സ്ത്രീകളെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ അവർക്ക് ടോയ്സ് അങ്ങനെയൊക്കെ കുറച്ച് കൃത്യമായ ഒരു പേയ്മെന്റും കൊടുക്കുക എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ബേബി സിറ്റേഴ്സ് ഓർ നാനീസ്, അഥവാ മേൽ പറഞ്ഞതുപോലെ തന്നെ സഹായികൾ ഈ ഒരു അമ്മയ്ക്ക് വേണ്ടി സഹായിക്കാനായിട്ട് വേറെ സ്ത്രീകളോ അത്തരം ആളുകൾ കൊണ്ടുവരും സഹായിക്കാനായിട്ട്. അതുപോലെ തന്നെ പബ്ലിക് അസിസ്റ്റൻസ്, ഗവൺമെന്റ് എൽഡർലി അതുപോലെ തന്നെ ഓർഫനഡ് ആയിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പെൻഷൻ മുഖേന, ഇൻഷുറൻസ് പ്രോഗ്രാംസ് മുഖേന ഗവൺമെന്റ് എല്ലാവർക്കും അങ്ങനെ അത്ര നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസോർഗനൈസേഷൻ ഓഫ് അർബൻ ഫാമിലി, അഥവാ ഇതിലൂടെ പറയുന്നത് ദ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ ഹാർമണി എന്ന ഫാമിലി മെമ്പേഴ്സ്, അഥവാ ആ ഒരു ഐക്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഡിസോർഗനൈസേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ മൊത്തത്തിലൊരു ഹൈ ഇൻഡിവിജ്വാലിസ്റ്റിക് ആണ്. ഒരു ഇൻഡിവിജ്വൽ കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് അർബൻ ഫാമിലി. അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള എയിംസ്, അംബിഷൻസ്, ഗോൾസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഫാമിലി കൺട്രോൾ, അഥവാ അർബൻ ഫാമിലികളിൽ ലെസ് മൊത്തത്തില് റൂറൽ ഫാമിലിയെ സംബന്ധിച്ച് ഒരു മെയിൻ ആള് എല്ലാവരും കൺട്രോൾ ചെയ്യാവുന്ന നിലയ്ക്കായിരുന്നു. പക്ഷെ അർബൻ ഏരിയകളെ സംബന്ധിച്ചുമ്പോൾ അത്ര ഒരു പവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. യങ്ങർ ജനറേഷന് അവരുടെ മൂത്ത ആളുകളുടെ ഉപദേശമൊന്നും സ്വീകരിക്കാൻ അത്ര വലിയ താല്പര്യമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാക്സിറ്റി ഇൻ മാരിറ്റൽ ബോണ്ട്സ്, അഥവാ ധാരാളം മാരിറ്റൽ ടൈസ്, അഥവാ വൈവാഹിക കെട്ടുറപ്പൊക്കെ ധാരാളം വീക്കനിങ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിലൊക്കെ കലാശിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ, അഥവാ സ്ത്രീക്കൊരു ജോലി ഉണ്ടാവുന്നത് അത്ര ജോലി ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നതെന്ന് സോഷ്യോളജിസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ, വൃദ്ധർക്ക്, അഥവാ ഓൾഡ് പീപ്പിൾ കൺട്രോള് യങ് മെൻ വുമന്റെ തുടർച്ചയായിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അഥവാ കൃത്യമായ രീതിയിൽ അവരുടെ കൺട്രോളിൽ കുട്ടികളെ
യങ്ങായിട്ടുള്ള ജനറേഷനെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇതൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സെക്യൂരിറ്റി, അഥവാ ഹസ്ബൻഡ് വൈഫിലും അതുപോലെ പാരൻസ് ചിൽഡ്രൻസ് പ്രധാനമായിട്ടും അത്തരം ഡിസഗ്രിമെന്റ് പല വിഷയങ്ങളിലും ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അർബൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഇങ്ങനെ ശ്രേണീകരണം, സാമൂഹിക ശ്രേണീകരണം എങ്ങനെ അർബൻ ഏരിയകളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് കാരണമായിട്ടുള്ളത് കാസ്റ്റ് എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ട് ഒരു ഉദാഹരണം കാസ്റ്റ്. ഇന്ത്യയിൽ കാസ്റ്റ് ഹൈറാർക്കി പ്രധാനമായിട്ട് ഒക്യുപ്പേഷൻ, ഫുഡ്, ഡ്രസ്സ്, മാരേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലാസ്, അത് മറ്റൊരു വിഷയമാണ് ക്ലാസ് എന്നുള്ളത്. അഥവാ അത് കൃത്യമായ വെൽത്ത്, ഇൻകം, സമൂഹത്തിലുള്ള ഒരാളുടെ സ്ഥാനം എന്നിവ ബേസ് ആയിട്ടാണ് ഈ ക്ലാസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ കാസ്റ്റ് ഇൻ കണ്ടംപററി അർബൻ ഇന്ത്യൻ സൊസൈറ്റി. കാസ്റ്റ് എങ്ങനെയൊക്കെയാണ് കണ്ടംപററി അർബൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലവിലുള്ളത് എന്നാണ് അടുത്തത്. സ്കോളേഴ്സ് പറയപ്പെടുന്നത് എന്താ വെച്ചാല് മോഡേണിറ്റി, അർബനൈസേഷൻ, ക്യാപിറ്റലിസം, അതൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റത്തെ താരതമ്യേന ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഈ അർബനൈസേഷൻ. ക്യാപിറ്റലിസം ഒക്കെ വന്നതുകൊണ്ട്, മോഡേണിറ്റി ഒക്കെ വന്നതുകൊണ്ട് കാസ്റ്റ് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഫുള്ളായിട്ട് ഡിസപ്പിയർഡ് ആയിട്ട് ഒന്നും പറയാൻ പറ്റൂലെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ അത്തരം പ്രവണതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ കാസ്റ്റ് നമ്മൾ കണ്ടംപററി പവർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മള് രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശങ്ങളൊക്കെ ധാരാളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. അഥവാ പൊളിറ്റീഷ്യൻസ് ഒക്കെ കൃത്യമായ ഒരു കാസ്റ്റിനെ കേന്ദ്രീകരിച്ച് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഇലക്ഷനിലൊക്കെ നമുക്ക് റീസെന്റ് ഇലക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അർബൻ ഏരിയാസില് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ റോളൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അഥവാ ഹയർ കാസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് ലോവർ കാസ്റ്റ് ആളുകള് തിന്നൂല, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് തിന്നൂല, അതുപോലെ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർബൻ ഏരിയസ് നമുക്ക് കാണുന്ന പോലെ അധികം ആളുകളും ഹോട്ടൽസിലൊക്കെയാണ് ഭക്ഷണം കഴിക്കല്. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് അർബൻ ഡിസ്പാരിറ്റീസ് ആൻഡ് കാസ്റ്റ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് അർബൻ ഡിസ്പാരിറ്റീസ് ആൻഡ് കാസ്റ്റ് എന്നുള്ള ഭാഗമാണ്. ധാരാളം എത്നോഗ്രാഫി സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാല് മൈഗ്രേഷന് ധാരാളം ലോവർ കാസ്റ്റുകളില് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അവര് അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, റിജിഡിറ്റീസ്, കാസ്റ്റിന്റെ അവരുടേതായിട്ടുള്ള കാസ്റ്റിന്റെ റെസ്ട്രിക്ഷൻസ്, നിയമങ്ങളൊക്കെ ഇതൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവര് സിറ്റികളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത്. എങ്കിൽ കൂടി സിറ്റി അവര് പുതിയ തരത്തിൽ ന്യൂ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് അവര് എന്നിരുന്നാലും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് അഥവാ അപ്പർ കാസ്റ്റുകള് അവരായിട്ടുള്ള ഗൈഡ്സിന് ഇടയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതും, അതുപോലെ തന്നെ ലോവർ കാസ്റ്റ് പീപ്പിള് ബ്രിഡ്ജസിന് താഴെ, പാലങ്ങൾക്ക് താഴെ, അതല്ലെങ്കിൽ വേസ്റ്റ് വാട്ടേഴ്സിന് താഴെ, അല്ലെങ്കിൽ പാസേജ് വേസ്, സ്ലംസ് എന്നിവിടങ്ങളിലൊക്കെ ആയിട്ടാണ് കുടിയേറുന്നതായിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ അർബൻ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ ഡൽഹിയിലുള്ള ഒരു സംഭവമൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഭാഗമാണ് ക്ലാസ് ഡിഫറൻസ് ആൻഡ് സ്പെഷ്യൽ ലൊക്കേഷൻ.
അഥവാ ക്ലാസ് എന്നുള്ളത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാൾ മാക്സും മാക്സ് വെബറും ഇതിനെപ്പറ്റി അവരുടെ പഠനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. കാൾ മാക്സ് പറയുന്നത് എന്താ വെച്ചാൽ ക്ലാസ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഒരു എക്കണോമിക് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ്. പക്ഷെ വെബർ പറയുന്നത് എന്താ വെച്ചാല് അവരുടെ ക്ലാസ് ഒരു ലൈഫ് ചാൻസ്, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ചാൻസുകൾ കേന്ദ്രീകരിച്ചാണ് ഒരു ക്ലാസ്, ഒരാളുടെ ക്ലാസ് നമ്മൾ വ്യക്തമാക്കേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ ക്ലാസ്, എക്കണോമിക് സെൻസ്, സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ പവർ, അതുപോലെ തന്നെ ഇവയെല്ലാം ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനി അടുത്തത് സോഷ്യൽ ക്ലാസസ് ഇൻ അർബൻ ഇന്ത്യ. പ്രധാനമായിട്ടും 4 ക്ലാസ്സുകളാണ് പാഠഭാഗത്ത് പറയുന്നത്. അഥവാ ഒന്നാമതായിട്ട് ഉയർന്ന തലത്തിലുള്ള കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലാസ്. അഥവാ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ട്രേഡ്, കൊമേഴ്സ് അതിനൊക്കെ ഇവര് വന്നത്. അപ്പൊ അവരുടെ സമയത്ത് ഗുഡ്സ് സർവീസ് പ്രൊഡക്ഷൻ ഒക്കെ ധാരാളം ഇൻക്രീസ് ആയി. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം മെർച്ചൻസ് ഉടലെടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിൽ ഓണേഴ്സ്, മെയിൻ ഓണേഴ്സ് ഒക്കെ അത്തരം ആളുകളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് അവരൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കൺട്രോൾ ചെയ്തിരുന്നു. അടുത്തുള്ള ക്ലാസ് ആണ് പ്രൊഫഷണൽ ക്ലാസ്സസ്. അഥവാ മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ധാരാളം ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ കൊമേഴ്സ്, അഗ്രികൾച്ചർ, മോഡേൺ ഇൻഡസ്ട്രി, ഫിനാൻസ്, പ്രൊഫഷണൽ അങ്ങനെ ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ് ഒക്കെ ആയി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വിഭാഗമാണ് പെറ്റ് ട്രേഡേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. അവരൊക്കെ നമ്മുടെ ടൗണുകൾ, സിറ്റീസിൽ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ പരിഗണനയും നിലവിലുള്ള സാഹചര്യത്തിൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അടുത്തതാണ് വർക്കിംഗ് ക്ലാസ്. മോഡേൺ ഇൻഡസ്ട്രിയിൽ ധാരാളം വർക്കുകൾ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ള മേഖലയാണ് റെയിൽവേസ്, പ്ലാന്റേഷൻ, ടെക്സ്റ്റൈൽസ്. അവിടെ അത്തരം സ്ഥലങ്ങളിൽ ധാരാളം വർക്കിംഗ് ക്ലാസ് ഉണ്ടാവും. താഴെ തട്ടിലുള്ള അത്തരം ഇന്ത്യ ഗ്രൂപ്പ് അല്ലെങ്കിലും സ്ഥിരമായിട്ടുള്ള ഡെയിലി വർക്കേഴ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ഒക്കുപേഷൻ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ. പ്രധാനമായിട്ടും കൾട്ടിവേറ്റേഴ്സ്, അഗ്രികൾച്ചർ ലാബേഴ്സ്, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്റ്റ്, ഫിഷിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതുപോലെ മാനുഫാക്ചർ, ഇതൊക്കെ നമ്മളെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് നമ്മൾ അർബൻ ഏരിയാസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രധാനമായിട്ടും ഒക്കുപേഷൻസ് 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത് പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി. പ്രൈമറിയിൽ അഥവാ എർത്തിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു തൊഴിലാണ് പ്രൈമറി സെക്ടർ. അഥവാ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള ലാൻഡ്, വാട്ടേഴ്സ്, മിനറൽസ് അതൊക്കെ എടുത്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ, അത്ര ഫിഷിംഗ്, മൈനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പ്രൈമറി. അതുപോലെ തന്നെ ഈ സെക്കൻഡറി ഓക്കുപേഷൻ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടുന്നത് എന്താ വെച്ചാൽ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ബൈ യൂസിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള മാനുഫാക്ചറിങ് ഒക്കെയാണ് സെക്കൻഡറി ഓക്കുപേഷൻ സ്ട്രക്ചറിൽ ഉൾപ്പെടുക. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ കാണാൻ സാധിക്കും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷൂ ഫാക്ടറി, പ്രിന്റിംഗ് പ്രസ്, ഫർണിച്ചർ യൂണിറ്റ്സ് ഒക്കെ സ്മാൾ സ്കെയിൽ സെക്ടേഴ്സും, അതുപോലെ തന്നെ സ്റ്റീൽ ഫാക്ടറീസ്, അലുമിനിയം, കോപ്പർ ഫാക്ടറീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ അടുത്ത വിഭാഗമായിട്ടുള്ള ടെറിറ്ററി സെക്ടർ അഥവാ വർക്കിംഗ് പീപ്പിൾ, കൃത്യമായ ഒരു കമ്പനി കീഴിൽ കൃത്യമായ ഒരു ഓർഗനൈസേഷന് കീഴിലോ വർക്ക് ചെയ്യുന്നതിനാണ് ടെറിറ്ററി സെക്ടറിലൂടെ പറയുന്നത്. അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ഒക്കുപേഷൻസ്. പ്രധാനമായിട്ട് സ്ട്രീറ്റ് വർക്കേഴ്സ് ഉണ്ടാവും.
അവര് ആയിട്ട് വർക്ക് ഡേ നൈറ്റ് സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും. ഐസ്ക്രീം സെല്ലേഴ്സ്, റിക്ഷ പുള്ളേഴ്സ്, വെജിറ്റബിൾ വെൻഡേഴ്സ്, ടീ സ്റ്റാൾ സെല്ലേഴ്സ്, കോബ്ലേഴ്സ് അവർക്ക് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മാൻ അഥവാ സെൽഫ് എംപ്ലോയ്മെന്റ് അഥവാ നമ്മളായിട്ടുള്ള ജീവിതോപാധി നേടാൻ വേണ്ടി നമ്മളായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നഗരങ്ങളിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിനായിട്ട് നമ്മളായിട്ടുള്ള ബ്യൂട്ടി പാർലർ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ബിസിനസ് അങ്ങനെ കാണാം. അതുപോലെ തന്നെ അടുത്തതാണ് ഫാക്ടറി വർക്കേഴ്സ്. വർക്കേഴ്സ് ഫാക്ടറികളിൽ ടൗൺസ് ഓഫ് ഇന്ത്യയിലെ സിറ്റീസ് ടൗൺസിൽ ഉള്ള ഫാക്ടറീസിന് കീഴിൽ വർക്ക് ചെയ്യുക. ഉദാഹരണത്തിനായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഗാർമെന്റ് ഇൻഡസ്ട്രി, ലേസ് മേക്കിംഗ് ഇൻഡസ്ട്രി, ബീഡി മേക്കിംഗ് ഫാക്ടറി അത്തരം ഫാക്ടറികളിലൊക്കെ വർക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നത് ഒരു വിഭാഗക്കാർ. അത് അടുത്തതായിട്ട് ഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ്. ഇവര് കൃത്യമായിട്ടുള്ള ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ കീഴില് ഗവൺമെന്റിന് താഴെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കോ ഓർഗനൈസേഷനോ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവര്. പ്രധാനമായിട്ടും അവര് കമ്പനിയുടെ റൂൾസിനനുസരിച്ചായിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, മാനേജേഴ്സ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് ഇവരൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ സെക്ടേഴ്സിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്രയും അവസാനിക്കുന്നു.